ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ 4:48 വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം നല്ലൊരു ലേറ്റായി, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും മറ്റാളെ ഡ്രോപ്പ് ചെയ്യട്ടെ, റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് ഊബർ ഓണാക്കുന്നുള്ളൂ. 4:48 അതിൻ്റെ സമയം. അവരെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഒരു 5:19 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് നല്ല തിരക്കുണ്ട് കൊണ്ട് വണ്ടികളൊക്കെ, കസ്റ്റമറൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് വേറെ വണ്ടികളിലൊക്കെ. അപ്പോൾ വേഗം ഊബർ ഓണാക്കിയിട്ടുണ്ട്, പക്ഷെ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഏതോ ഒരു ട്രെയിന് വന്ന് ഇറങ്ങിക്കണമെന്നാണ് തോന്നുന്നത്. രാവിലെ തന്നെ ഫുള്ള് ബ്ലോക്ക് കേട്ടോ. ഇവിടെ കുറേ നേരമായി ബ്ലോക്കായിട്ട്. പിന്നെ നേരത്തെ ഇവിടെ മാത്രമേ സർജ് ഉണ്ടായിരുന്നുള്ളൂ, തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. നമുക്കിതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ, ഒരു സർജ് മാത്രമേ ഉള്ളൂ. 5:49 സമയം. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ട്രെയിൻ വന്നിക്കണം, പക്ഷേ നമുക്ക് ട്രിപ്പ് അടിക്കണില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടന്നിട്ടായിരിക്കും ചിലപ്പോൾ ട്രിപ്പ് അടിക്കാത്തത്. ഞാനേ അവിടുന്ന് പോന്നു കേട്ടോ. ഇപ്പോൾ 5:59 ആയിട്ടുണ്ട് സമയം. നമുക്ക് നേരെ ഇവിടെ വൈറ്റിൽ പോയിട്ട് CNG അടിക്കാം. അവിടുന്ന് ട്രിപ്പൊന്നും എടുക്കണില്ല, ഫുള്ള് തിരക്ക് മാത്രമേ ഉള്ളൂ അവിടെ. പോരാൻ നേരത്ത് അവിടുന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു മാച്ച് ട്രിപ്പ് അടിച്ചു 260 രൂപയുടെ. പക്ഷെ അത് മാച്ചിങ് ആയില്ല, കിട്ടിയില്ല, അത് പോയി. അപ്പോൾ ഇനി അവിടെ നിന്നൊരു കാര്യമില്ല, അവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. എന്താ രസം എന്നറിയോ ഈ സമയത്ത് വണ്ടി ഓട്ടാൻ? നല്ല തണുത്ത കാറ്റ്, ഗ്ലാസ്സൊക്കെ താത്തി ഇങ്ങനെ പോകുമ്പോൾ. പക്ഷെങ്കിൽ രസം മാത്രമേ ഉള്ളൂ, ട്രിപ്പില്ല. രാവിലെ ട്രിപ്പില്ലോ, രാവിലെ ഉറക്കം വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേക്കൊരവസ്ഥ. ചിലപ്പോൾ ഭാഗ്യം പോലെ 2-3 ട്രിപ്പൊക്കെ അടിക്കും. അപ്പോൾ ഏകദേശം ഒരു 900-800 റുപ്യ ആയിക്കഴിഞ്ഞാൽ ഭാഗ്യമാണ്. ചിലപ്പോൾ ഇതേപോലെയൊക്കെ, ചിലപ്പോൾ 9 മണിയായിട്ടേക്കാരം ട്രിപ്പ് അടിക്കുക, ഫസ്റ്റ് ട്രിപ്പ്. ചിലപ്പോൾ 8 മണി, അങ്ങനെ നേരം പൊളിച്ചിട്ടേക്കാരം. അപ്പോൾ കരുതും ഉറങ്ങിയാൽ മതിന്, വെറുതെ ഉറക്കം കളഞ്ഞു വരുന്നു. അത് ചിലപ്പോൾ ഓരോ ഭാഗ്യം പോലെ അടിക്കും. ഇപ്പോൾ ഒന്ന് ഭാഗ്യമല്ലോ ഉണ്ട്, ഒന്നും അടിച്ചിട്ടില്ല. എന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഓഫാക്കിയിട്ടില്ല. നേരെ CNG പമ്പിനോടൊക്കെ ഇങ്ങനെ പോകും. ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും ചിലപ്പോൾ ഇവിടുന്ന്. ഇതിപ്പോൾ കടവന്ത്ര മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ അവിടേക്ക് എത്തോളം നോക്കി നോക്കാം, CNG അടിച്ചിട്ട് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി കുറേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ട്രിപ്പ് അടിക്കും, അപ്പത്തിന് നേരം വെളുക്കും. പിന്നെ CNG അടിക്കാൻ പിന്നെയും കയറി കഴിഞ്ഞാൽ അപ്പോൾ പീക്ക് ടൈമിൽ വീണ്ടും നമ്മളെ കുറേ സമയം പോകും. അതിലാറെല്ലാം ഇപ്പോൾ തന്നെ അടിക്കണതായിരിക്കും. CNG അടിച്ച് കഴിഞ്ഞു കേട്ടോ. 660 രൂപക്കാണ് CNG അടിച്ചത്. നമ്മൾ 152 കിലോമീറ്റർ ഓടിയത്. ഇന്നലെ 89 കിലോമീറ്റർ വരെ കറക്റ്റ് ഒരു 5 കട്ടിയിൽ കിട്ടി. ബാക്കി 5 കട്ടിയിലാണ് നമുക്ക് ബ്ലോക്ക് കിട്ടിയത്. കാരണം ഉച്ച സമയത്ത് നമുക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല CNG അടിച്ച സമയത്ത്. ഇന്നലെ ഇവിടുന്ന് തന്നെ നമ്മൾ CNG അടിച്ചത് വൈറ്റിലെ ജനതയിൽ നിന്ന്. ഫുള്ള് കട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല പ്രഷർ ഉണ്ടാവും. രാവിലെ അടിച്ചിട്ട് ഈ നേരത്ത് വർക്കിന് ഇറങ്ങുമ്പോൾ CNG അടിക്കുക, ഇറങ്ങുക. എന്നാൽ പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനെ തുടങ്ങാം. 2 കട്ട പെട്രോളും ഉണ്ട്. ഇനി ഇവിടുന്ന് ചേച്ചിൻ്റെ കടയിൽ നിന്ന് ചായ അടിക്കാം. ഇന്നലെ നമ്മളിവിടെ ചായ അടിക്കാൻ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. ഇന്നിപ്പോൾ അത് ഓപ്പൺ അല്ലേ, അത് ഓപ്പൺ അല്ലാന്ന് തോന്നണേ. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡാക്കാം. ഇന്നലെ പാർക്ക് ചെയ്തതിനടുത്ത് സൈഡാക്കാം. നമുക്കിപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പള്ളുരുത്തിക്കാണ് 200 രൂപയുടെ. അപ്പോൾ 1.4 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. വന്നപ്പോൾ 3 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. CNG അടിച്ചതിന് ശേഷം ഒരു 3 മാച്ചേലും വന്നിട്ടുണ്ടാവും ഇപ്പോൾ. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയില്ല. ഇത് നമുക്ക് എന്തോ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റേതൊക്കെ 300 സംതിങ്ങിൻ്റെ ട്രിപ്പായിരുന്നു, അത് കിട്ടിയില്ല നമുക്ക്. ഏതായാലും 200 റുപ്യക്ക് പള്ളുരുത്തിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, ഒരു സജീബ്. അതിപ്പോൾ ക്യാൻസലാവും, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പള്ളുരുത്തിയിലാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഭയങ്കര ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ്ട, എന്നാൽ ലൊക്കേഷൻ മാറിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണമല്ലോ, അതൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എന്നോട് പറയണത് ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, അത് ക്യാൻസൽ ചെയ്യേ? ഇല്ല, ക്യാൻസൽ ആയിട്ടില്ല. എനിക്ക് വേറെ ട്രിപ്പ് അടിക്കൂല. നമ്മളെ മിസ്റ്റേക്ക് അല്ലല്ലോ, നിങ്ങളെ മിസ്റ്റേക്ക് അല്ലേ? ക്യാഷ് പോവും, ചെറിയ ക്യാഷ് പോവുള്ളൂ, ഒരു 30 രൂപ. പക്ഷെ അത് നമ്മളെ കുഴപ്പമില്ലല്ലോ, നമ്മള് ഒരു ഉള്ളേരിയിലാണ് ഇത്. ഇവിടെ എത്തിയതിന് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് എത്തിയത്. ഓക്കെ. ഇവിടെ ഒരു ചെറിയ റോഡാണ്. ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെ സൈഡ് കൊടുത്തേക്കാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷനിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടൂല. ഇപ്പോഴും സമയം റണ്ണിങ് ആണ്. അപ്പോൾ ആൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി വിളിച്ചപ്പോഴാണ് ആൾ
ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാണ് മറ്റേ പൈസ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ നിന്ന് പൈസ പോവില്ലെന്ന്. ഏതാളെ വർത്താനം. അപ്പോൾ ഞാൻ ആളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ റോഡാണ്. എത്ര രൂപ കിട്ടിക്കണമെന്ന് നോക്കട്ടെ. 15 രൂപ കിട്ടിയത് ഈ ഒരു ബ്ലോക്കിൻ്റെ അടിയിൽ വന്നിട്ട്. ബ്ലോക്കല്ല, ഈ ചെറിയ റോട്ടിൽ വന്നിട്ട്. ഒരു കണക്കിന് അവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ലാസ്റ്റ് അവിടെ ഇവിടെ കൊടുത്ത്. പിന്നെ 15 റുപ്യ എനിക്ക് വലിയ നഷ്ടമായി. കാരണം അത്രയും ഇടുങ്ങിയ റോട്ടിൽ കൂടി പോയിട്ട് ഓടിക്കാനും ഗ്യാപ്പില്ല. അവിടെ ആകെ നട്ടം തിരിഞ്ഞിക്കണു. റോഡിൻ്റെ നടുവിലൊരു പോസ്റ്റും ഉണ്ട്. അങ്ങനെ കെതിട്ട് അവിടെ ഓടിച്ച് പോന്ന്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ പോന്നട്ടെ, ഈ ബാക്കോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽ നോക്കിയിട്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഇനി പോയി കഴിഞ്ഞാൽ അരൂരാണ്. അപ്പോൾ ഇനി വണ്ടി വീണ്ടും ഓടിച്ചു. ഇപ്പോൾ തോപ്പുംപടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കൊള്ളരുത്തി ആ ഭാഗത്തേക്ക്. ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 358 രൂപയുടെ. അക്സെപ്റ്റ് ആവുമോ നോക്കട്ടെ. 2.5 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്, കുഴപ്പമില്ല. 350 രൂപ എടപ്പള്ളിക്കാണ്. യെസ്, ട്രിപ്പ് അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ആൻ്റണിയാണ്, ആൻ്റണി. അന്തോണി കേട്ടോ, ആൻ്റണി അല്ല, അന്തോണി. ബാക്ക് സൈഡിൽ നിന്നാണല്ലോ. നമ്മളിപ്പോഴാണ് അവിടുന്ന് വണ്ടി ഓടിച്ച് പോകുന്നത്. ഇനി വീണ്ടും ബാക്കോട്ട് പോകണം. ബാക്കോട്ട് പറഞ്ഞാൽ അരൂരിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം. 2.5 കിലോമീറ്റർ. ഞാനിവിടെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കെൻറ്റിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ കിടക്കുന്നത് തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ഒരു കൊച്ചി ചോക്ക് ഹൗസ് ഉണ്ട്. അപ്പോൾ കെൻറ്റിലാണോ, ഇതിൻ്റെ അപ്പുറത്ത് ഒരു മതിലിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്. ഞാൻ അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആളെ വിളിച്ചു നോക്കിയപ്പോൾ ആൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി എടപ്പള്ളിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അവിടെ നമ്മളെ കുന്നുംപുറം ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മളവിടുത്തെ ഫുഡ് കോർട്ട് പോയിട്ട് ഫുഡ് കോർണർ പോയിട്ട് പുട്ടും കടലയും കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇന്നലത്തെ ഫസ്റ്റ് ട്രിപ്പിൻ്റെ പോലെ ആയില്ലോ, സീനത്തിൻ്റെ പോലെ ആയി അന്തോണി. ഇപ്പോൾ ഈ 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആവും. പിന്നെ 3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസലേഷൻ ഫീസ് വരും. 10 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റിൽ വന്നിട്ട്. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ 2ാമത്തെ ദിവസമാണ് ഇങ്ങനെ. എങ്ങനെയെങ്കിലും ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് ആ ടൗണൊക്കെ ഒന്ന് എത്തിയിട്ട് ഒരു 3 ഓട്ടോ ഓടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാവിലെ ഇറങ്ങണേ. ഇത് കണ്ടോ, അതിന് ശേഷം 6:34 ഞാൻ ഇപ്പോൾ ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളിവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് എത്ര സമയം ചോദിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എവിടെ നിൽക്കാനായിരുന്നു പ്ലാന്. അപ്പോൾ ഇതിന് ആൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പോയിട്ടുണ്ട് ഉള്ളിൽ തന്നെ. വിരാന്ത് കടിക്കുന്നുണ്ട്. 6 മിനിറ്റ് 50 മിനിറ്റ്. ഇതിൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു 15 മിനിറ്റ് ആവാനായി ഇപ്പോൾ ഇവിടെ വെയിറ്റിങ്. 300 റുപ്യ ഉണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ എത്തുമ്പോൾ ബ്ലോക്ക് ആവും. 7:17 ആയിട്ടുണ്ട്. അവിടെ എത്താൻ എന്തായാലും ഒരു 35 മിനിറ്റ് 40 മിനിറ്റ് 30 മിനിറ്റ് എന്തായാലും എടുക്കുമായിരിക്കും. ഈ ചെങ്ങായി ഇതെന്താ വരാത്തത്. അങ്ങനെ നമ്മളെ മഹാനെ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഈ കാണുന്നതാണ്, ഒരു ഹിന്ദിക്കാരനായിരുന്നു. പക്ഷെ ആൾ മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയത് 354 രൂപ കേട്ടോ. 517 ആണ് ക്യാഷ് കളക്ട് ചെയ്തത്. 32 മിനിറ്റ് എടുത്ത് 19.29 കിലോമീറ്റർ. 354 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ 2 മാച്ച് ട്രിപ്പ് അടിച്ചു. 4 കിലോമീറ്റർ പിക്കപ്പിൽ ഞാൻ എടുത്തിട്ടില്ല. അവിടെ ബാക്കിലൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ. 7:55 ആയിട്ടുണ്ട് സമയം. ഏകദേശം ബ്ലോക്കിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ എടുക്കട്ടെ. ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. 8:17 ആയിട്ടുണ്ട്. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നിന്, അത് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഈ റിസർവേഷൻ ട്രിപ്പുകൾ ഞാൻ എടുക്കാത്തതുകൊണ്ട് നമുക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല, വരാറേ ഇല്ല. ഇപ്പോൾ കണ്ടോ, കുറേ റിസർവേഷൻ ട്രിപ്പുകൾ വന്ന് കിടക്കുന്നുണ്ട്. അതെന്ത് സംഭവം ചോദിച്ചാൽ ഈ ഒരു കളറ് സർജ് ഇനി കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ സർജാവും. നല്ല ബ്ലോക്കുള്ള സമയം. ഇപ്പോൾ 8:15 ആയില്ല, ഇനിയിപ്പോൾ ആവൽ തുടങ്ങും, ബ്ലോക്ക് ആവൽ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് വണ്ടി കിട്ടൂല കസ്റ്റമറിന്. അപ്പോൾ അവരിപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ റേറ്റും കുറവായിരിക്കും, വണ്ടിയും സെറ്റായിപ്പോൾ. ഇനി കുറച്ച് കഴിഞ്ഞാൽ റേറ്റ് കൂടും. അപ്പോൾ റിസർവേഷനൊക്കെ എടുക്കാതിരിക്കണതാണ് നല്ലത്. ഈ സമയത്ത് ബ്ലോക്കുള്ള സമയത്ത് നല്ല ട്രിപ്പ്, പൈസ കൂടിയ ട്രിപ്പേക്കാരും വരിക. അപ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കിടക്കുന്ന റിസർവേഷൻ ട്രിപ്പുകളൊക്കെ നഷ്ട ട്രിപ്പുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുന്നുംപുറം ജംഗ്ഷനിലാണുള്ളത്. ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് കേട്ടോ നേരത്തെ ഡ്രോപ്പ് ചെയ്തത്. അതൊരു കെൻറ്റിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ ആൾ കെൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നൊരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 2.5 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. എടപ്പള്ളിക്ക് തന്നെയാണ് 150 രൂപയുടെ. അപ്പോൾ പിക്കപ്പ് ഇത്ര ഉണ്ടായതുകൊണ്ട് ആദ്യം ഇത് മാച്ച് ട്രിപ്പായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ അത് ട്രിപ്പായിട്ട് വന്ന്. അപ്പോൾ പിന്നെ ഏതായാലും എടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രോപ്പ് ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പുളിഞ്ചോട് മെട്രോൻ്റെ ഏകദേശം അടുത്താണ്. കുന്നത്തേരിക്ക് പോണ ഭാഗത്താണുള്ളത്. അതിനുശേഷം നമുക്ക് ആ മഞ്ഞുമ്മലിന് ട്രിപ്പ് അടിച്ചല്ലോ. അതിനുശേഷം നമുക്ക് ടോട്ടൽ 6 ട്രിപ്പ് അടിച്ചു. മഞ്ഞുമ്മലിൽ നിന്ന് എടപ്പള്ളിക്ക് അടിച്ചു, ഒരു കണ്ണാശുപത്രിക്ക്.
അവിടുന്ന് വീണ്ടും കണ്ണാശുപത്രിക്ക് കടവന്ത്രക്ക് അടിച്ചു. അവിടുന്ന് നമുക്ക് കച്ചേരിപ്പടിക്കൊക്കെ അടിച്ചു മറ്റേ ടൗൺ ഹാൾക്ക്. അവിടുന്ന് നമുക്ക് ഇവിടേക്ക് ആലുവക്ക് അടിച്ചു ഒരു ട്രിപ്പ്. ആലുവന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ക്യാൻസലായി. പിന്നീട് അടിച്ച ട്രിപ്പ് വീണ്ടും ആലുവ നമ്മളെ ഇവിടെ സിഗ്നലിലേക്കായിരുന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ കുന്നത്തേരിയിൽ പള്ളിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവാണ്. ഏതായാലും ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. സമയം 11:45. അപ്പോൾ അവിടെ ഒരു ബിരിയാണി ഉണ്ട്. ബിരിയാണിയും കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഓണാക്കുന്നുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട്. ഓരോ ട്രിപ്പ് ക്ലോസ് ചെയ്യാൻ നല്ല സമയം എടുക്കട്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് 6.46 കിലോമീറ്ററിന് 25 മിനിറ്റ്, മറ്റേതിനുണ്ട് 56 മിനിറ്റ് എടുത്തു 19 കിലോമീറ്ററിന്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഓഫ്ലൈന്, കയ്യും കാലൊക്കെ കടഞ്ഞിക്കണേ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. നമ്മളെ മൊല്ലാക്ക ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ മൊല്ലാക്ക വഹാബ് മുസ്ലിയാർ. വഹാബ് മുസ്ലിയാർ കിടന്നുറങ്ങുകയാണോ? ഹലോ, ഇപ്പോൾ സമയം 8:21 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വർക്കിന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് അവിടുന്ന് തിരിച്ചു പോയിരുന്നത് അവൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ നമ്മൾ നേരെ ഉച്ചക്ക് അവിടെ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഒരു ബിരിയാണി കഴിച്ചു പുറത്തുനിന്ന്. ബിരിയാണി കഴിച്ചിട്ട് നേരെ പള്ളിക്ക് കയറി ലോറി സ്കെച്ചപ്പോൾ നമുക്കൊരു ക്ഷീണം. കാരണം നമ്മൾ ഇന്നലെ രാത്രി നമുക്ക് ഉറക്കം വല്ലാണ്ട് കിട്ടിയില്ല. ഇന്ന് രാവിലെ ഒരു 5 മണിയായപ്പോൾ വർക്കിന് ഇറങ്ങിയല്ലോ. ഇന്നലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പിന്നെ ബ്ലോക്ക് കൂടി കടന്നിട്ട് അങ്ങനെ ലേറ്റായി പോയി. അപ്പോൾ അങ്ങനെ ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ക്ഷീണം. അപ്പോൾ അവിടെ കുറച്ച് നേരം കടന്നുറങ്ങി. പിന്നെ എണീക്കണത് അസർ വാങ്ങിക്കൊടുത്തപ്പോഴാണ്. പിന്നെ അസർ സ്കരിച്ച് പിന്നെ അവിടെ തന്നെ ചായയും കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും ഓടണില്ല, നമ്മൾ ആ ഒരു സമയത്ത് ഓഫ് ചെയ്യലുണ്ടല്ലോ. പിന്നെ മഗ്‌രിബ് കഴിഞ്ഞ് അവിടെ മൗലൂദും കൂടി ഉണ്ണിയപ്പം കിട്ടി. പിന്നെ ഇശാസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മുപ്പത്താടാട്ടോ പോണേ. നമ്മളെ അജ്മലിൻ്റെ ഫായിസിൻ്റെ ഒക്കെ റൂമിലേക്കാണ് പോകണം. ഇന്ന് അവിടെയാണ് താമസം. അപ്പോൾ അവന് പൊറാട്ടയും ബീഫ് ഫ്രൈ ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 പൊറാട്ടയും പാടെ വാങ്ങിയിട്ട് അവൻ്റെ റൂമിൽ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം. നാളെ ഇനി 30 കേട്ടോ സ്റ്റാർട്ടിങ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.